ഒരു പരിഭവം കൂടെ പറഞ്ഞേക്കാം. ഞാൻ പാർട്ടിക്കാരനാണ്, പക്ഷെ ഞാൻ തീർത്തും ഒരു രാഷ്ട്രീയക്കാരനല്ല. തീർത്ത് കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ ഈ ജന്മത്താവില്ല. എനിക്കാവാൻ കഴിയില്ല. ഞാൻ എൻ്റെ കഴിവുകേട് പറഞ്ഞോട്ടെ. എനിക്കങ്ങനെ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ആവാനും പറ്റില്ല. ഒരു വേദനയാണ്. 1.5 വർഷം മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ നിർത്തി ജയിപ്പിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ കഴിഞ്ഞ 1.5 വർഷം ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയിൽ ശോഭ പുലിയാണ്, പെൺപുലിയാണ്. മിസ്റ്റർ പിണറായി വിജയൻ, എൻ്റെ അയ്യൻ്റെ പൊന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കൂ എന്ന് പറയാൻ ഒരു ശബ്ദം നമുക്ക് നിയമസഭയിൽ ഉയർന്നോ? നിയമസഭയിൽ ഉയർന്ന ശബ്ദമെല്ലാം നമ്മൾ കേട്ടതാണ്. അവർ വാസവൻ മന്ത്രിയുടെ ഫോട്ടോ ഇടും, ഉടനെ ഇവിടെ സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഇടും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ജോക്കറും ജാക്കിയും കിങ്ങും റാണിയും ഒക്കെ ഇട്ട് കളിക്കുകയായിരുന്നു. ആണോ? ശക്തമായി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ശോഭയെ പോലെ, അതിനു മുമ്പ് നേമത്ത് നിന്ന് കുമ്മനം രാജേട്ടനെ പോലെ, സുരേന്ദ്രനെ പോലെ, വി മുരളീധരനെ പോലെ അംഗങ്ങൾ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരള ജനത ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അതിനുള്ള പ്രായശ്ചിത്തം ഇത്തവണ സംഭവിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് കുറഞ്ഞതൊരു 25 മുതൽ 30 പേര് നിയമസഭയിലെത്തിയാൽ കേരള ജനത എന്ന് ഞാൻ പറയുമ്പോൾ മതേതര സ്വഭാവമുള്ള എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് സംരക്ഷണമേകുന്ന, ഭരിക്കുന്നവരാരായാലും അവർക്ക് പട്ടുമെത്തയും റോസാപ്പൂ എതൾ വിരിച്ച മെത്തയും ഒന്നും നൽകില്ല, മുള്ളു മെത്ത നൽകി മര്യാദയ്ക്ക് ഭരിപ്പിക്കുന്ന ഒരു ശക്തമായ സംഘ ശബ്ദ ശക്തി നിയമസഭയിൽ വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറുകൾ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ ഉണ്ടാവണം എന്നത് കേരളത്തോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ്. ഇത് കേട്ടിട്ട് ഇനി ഇതിൻ്റെ ഓരോ വരിയും ഓരോ വാക്കും എടുത്തു വെച്ച് ഉന്നതൻ, കുല, പിന്നെ പ്രജ എന്നൊക്കെ പറഞ്ഞിട്ടെടുത്ത് മറിക്കാൻ വരും ഓരോരുത്തന്മാർ. അവരോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ഓരോരുത്തരും പറയണം, ഇത് എൻ്റെ മണ്ണിൻ്റെ വിഷയമാണ്, ഇത് എൻ്റെ മണ്ണിൻ്റെ സംരക്ഷണത്തിൻ്റെ വിഷയമാണ്, എൻ്റെ വോട്ട് എൻ്റെ മണ്ണിന് വേണ്ടിയാണ്, എൻ്റെ മണ്ണിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഈ ട്രോളന്മാരോട് പറയാൻ സാധിക്കണം. എത്ര കോടിയാണ് അങ്ങനെയുള്ളവർക്കെല്ലാം കൊടുത്തിരിക്കുന്നതെന്നുള്ളത് അടുത്ത ഭരണം വരുമ്പോൾ കണക്ക് പുറത്തു വരും. തൂക്കിക്കൊല്ലപ്പെടാൻ മാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ആരായാലും കൊണ്ടുവരട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് എല്ലാ പേരും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിൽ ഓടി വരുന്ന പേരുകൾ ഞാൻ പറയാം. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, യുവരാജ് ഗോകുൽ, സന്ദീപ് വാചസ്പതി, പിന്നെ ആരാ, പത്മജ, അങ്ങനെ എത്രയോ പേർ. ഞങ്ങളുടെ തന്നെ അനീഷുണ്ട്, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്, അശ്വിനി, അങ്ങനെ എത്രയോ പേരുണ്ട്, ഷോൺ ജോർജ്, അനൂപ് ആന്റണി. ജയിച്ചു വരട്ടെ. ഇവരെല്ലാം തോൽപ്പിക്കാനുള്ള പടനീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പടനീക്കത്തെ ഒടിക്കാനുള്ള നീക്കമാണ് നിങ്ങൾ മലയാളികൾ നടത്തേണ്ടത്. എല്ലാം നന്നായി വന്ന് ഭവിക്കട്ടെ. മെയ് മാസം 4-ാം തീയതി നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ മലയാളികൾക്ക് വക നൽകുന്ന വിളംബരങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. താമര ചിഹ്നം മറക്കണ്ട. ഭാരത് മാതാ കി.